ഗ്രൂപ്പ് സമവാക്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. കാരണം തമ്മിൽ തന്നെ ഗ്രൂപ്പുകളെയും ഒക്കെയാണ് BJPക്ക് കേരളത്തിൽ വളർച്ച ഇല്ലാതാക്കിയതെന്ന് പല വിമർശകരും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് താല്പര്യമുള്ള ഒരാളായി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ BJP അടിമുടി മാറും എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു സമയത്ത് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ശശി തരൂരിനെ പോലും മുൾമുനയിൽ നിർത്തിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വരവും VCയുടെ കൂടിയുള്ള ഒരു ഒത്തുചേരലും കൂടി ആകുമ്പോൾ BJPയിൽ വരുന്ന സമുന്നമായ മാറ്റം ഒരുപക്ഷെ CPMനെ UDFനെ ഞാൻ പറയുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ അത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CPMനെ വല്ലാണ്ട് ഭയപ്പെടുത്തി. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു NDAയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന കാലം വിദൂരമല്ല എന്നുള്ളത്. ശരിയായിരിക്കും. അതിനടുത്തേക്ക് വരും വർഷങ്ങളിൽ ഒരു 5-10 വർഷം കഴിയുമ്പോൾ BJP കേരളം ഭരിക്കുന്ന ഒരു നിലയിലേക്ക് BJPയെ മാറ്റാൻ PC ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ നമുക്ക് ചിന്തിച്ചുകൂടെ?